ഒരു അടിപൊളി സ്മൂത്തി റെസിപ്പി കണ്ടാലോ? അതിന് വേണ്ടിയിട്ട് റോൾ ഓട്സ് ആണ് എടുക്കുന്നത്. ഒരു 3-4 സ്പൂണോളം റോൾ ഓട്സ് എടുക്കുന്നുണ്ട്. റോൾ ഓട്സ് ആണ് എടുക്കുന്നത് ഏറ്റവും നല്ലത്. സാധാരണ ഓട്സും എടുക്കാം, പക്ഷേ കുറച്ചും കൂടി എനിക്ക് നന്നായിട്ട് തോന്നിയത് റോൾ ഓട്സ് ആണ് കേട്ടോ. അപ്പം റോൾ ഓട്സ് ഒരു 4 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ബദാം, ഒരു 4-5 ബദാം, ഞാനിവിടെ 5 ബദാം എടുത്തിട്ടുണ്ട്. 5 ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കടലയും കൂടി ഇടുന്നുണ്ട്. ഇതിൻ്റെ തോല് പോക്കിയിട്ടാണ് ഇടേണ്ടത്. കുറച്ച് കടല, ഒരു 12 കടലയോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഇടേണ്ടത് ചിയാ സീഡാണ്. ഒരു സ്പൂണ് വരെയൊക്കെ ചിയാ സീഡ് ഉപയോഗിക്കുക. അപ്പം ഞാനിതാ ചിയാ സീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിയാ സീഡും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർന്ന് വരാനുള്ള ഒരു നേരം മാത്രം മതി. ഇനി അതിലേക്ക് ഒരു 2 റോബസ്റ്റ പഴം കൂടി എടുക്കുന്നുണ്ട്. വലിയ റോബസ്റ്റ ആണെങ്കിൽ ഒന്ന് മാത്രം മതി. ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 റോബസ്റ്റ പഴം ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമ്മൾ കുതിർത്ത് വെച്ച ഓട്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ദാ ഓട്സൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഓട്സും ബദാമും കടലയൊക്കെ കുതിർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാല് ചേർക്കേണ്ടവർക്ക് പാല് ചേർക്കാം. ഞാനിവിടെ പാൽ ഉപയോഗിക്കുന്നില്ല. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം കട്ടിയായി പോകുമ്പോൾ കുടിക്കാനൊരു സുഖം കിട്ടില്ല. അപ്പോൾ ഒരു കുറച്ചൊരു ലൂസ് വേണം, നല്ല ലൂസ് അതും വേണ്ട. അപ്പോൾ അതാ ഒരു 1/4 ഗ്ലാസ് കൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് പകരം ഇതിലേക്ക് പാലും ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കടലയൊക്കെ അടിയാണ്ട് കിടന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അത് ഒരു കുടിക്കുമ്പോൾ ഒരു കടി ഉണ്ടാവുമല്ലോ, അതും ഒരു ടേസ്റ്റാണ്. അപ്പം നന്നായിട്ടൊന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണേ. ഈ റോബസ്റ്റ് പഴത്തിന് പകരം ഇതിലേക്ക് ഒരു ക്യാരറ്റ് വേവിച്ചിട്ട് ചേർക്കാം. അതുപോലെ തന്നെ ഡേറ്റ്സ് ചേർക്കാം. അതൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇത് ഒരു ഗ്ലാസ് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എടുത്താൽ മതി. വയറും ഫില്ലാവും, വിശപ്പും മാറും, ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അതാ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അടിപൊളി സ്മൂത്തിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റുന്നതാണ്.